ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിൽ എങ്ങനെയാണ് എഗ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെൽ ബട്ടണും. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. 2 വലിയ ഗ്ലാസ് അരി വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനാവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ വലിയ ജീരകം, 10-12 കഷ്ണം കറുകപ്പട്ട, 15 ഏലക്കായ, 1 ടീസ്പൂൺ ഗ്രാമ്പു, 5-6 ചെറിയ പീസ് തക്കോലം, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ബേ ലീഫ് 1, ജാതിക്കയുടെ ഒരു പകുതി കഷ്ണം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി. ഇതിൽ നിന്ന് ഞാൻ വലിയ ജീരകം, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, കറുകപ്പട്ട ഇവയുടെയൊക്കെ പകുതി എടുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജാതിക്ക നമുക്ക് ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കാം. ഇതൊന്നിനി നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മുട്ട വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇനി ഒരു കുക്കറിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള മസാല ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ ഇതിലേക്ക് 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നേരത്തെ പൊടിച്ചു വെച്ച മസാലയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. പൊടികളൊന്ന് ചൂടായാൽ പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ആക്കിയാൽ പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇതിപ്പോൾ കുക്കർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കുറവാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അരിയാതെ അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ചാൽ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുക്കർ അടച്ചു വെക്കുകയാണ്. 2 വിസിലാണ് ഇപ്പൊ ഇവിടെ കൊടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ 2 വിസിലായിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കിയാണ്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് നമുക്ക് ഒന്നുകൂടെ വേവാനുണ്ട്. ഈ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ തീ കൊടുക്കാനുള്ളതാണ്. അതിൽ നമുക്ക് റൈസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി റൈസിന്റെ മുകളിലൂടെ നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മസാലയാണ്. പൊടിച്ചു വെച്ച മസാലയുടെ ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിയും കൂടി മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെക്കുകയാണ്. അപ്പം നമുക്ക് റൈസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ്. ഇനി നമുക്ക് മുട്ടയെല്ലാം മാറ്റിയതിന് ശേഷം റൈസ് ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പം നമ്മുടെ റൈസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസ് അറിയിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.